വിജയിച്ചവരെല്ലാം വിജയിച്ചിട്ടുമില്ല, പരാജയപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ടിട്ടുമില്ല. നമുക്ക് ഏതൊരു മത്സരത്തിലും കാണാൻ കഴിയുന്നൊരു കാര്യം, വളരെ മെറിറ്റോടുകൂടി വിജയിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ മെറിറ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ വളരെ കൃത്രിമമായ മാർഗ്ഗത്തിലൂടെ വിജയിക്കുന്നുണ്ട്. വളരെ തരംതാണ പ്രവർത്തനങ്ങൾ ചെയ്തും, വളരെയധികം മനുഷ്യരിൽ വിദ്വേഷവും മനുഷ്യരിൽ വെറുപ്പുമൊക്കെ കുത്തിവെച്ചും, മനുഷ്യരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയും, വഴിതെറ്റിച്ചും, കൃത്രിമമായ മാർഗ്ഗങ്ങളും പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ കൊടുത്തുമൊക്കെ വിജയിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം വിജയങ്ങളൊന്നും നമുക്ക് വിജയമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തോറ്റ മനുഷ്യർ ഒരിക്കലും തോറ്റിട്ടുമില്ല. അവരാണ് യഥാർത്ഥ വിജയികൾ. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർ തോറ്റുപോയി. അവർ സത്യത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് തോറ്റുപോയി. അവർക്ക് ശരിയായിട്ടൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തോറ്റുപോയി. അതൊരു തോൽവിയല്ല. അതൊരു പക്ഷേ അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ചില ആൾക്കാർ തോൽക്കുമ്പോൾ തന്നെ ജയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജയിച്ചവരെല്ലാം വിജയികളും തോറ്റവരെല്ലാം തോൽവിക്കാരുമാണെന്നുള്ളൊരു ചിന്ത വേണ്ട. എന്നാൽ ചില ആൾക്കാർ അർഹമായ വിജയം നേടിയവരുണ്ട്. അവർ ശരിയായ രീതിയിൽ തന്നെ വിജയിച്ചു. ഒരു പക്ഷേ അവർക്ക് എല്ലാ ഫാക്ടേഴ്സും അനുകൂലമായി വന്നു, അവർ വിജയിച്ചു. നല്ല കാര്യം. അത്തരം വിജയങ്ങളെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ വിജയിച്ച ആൾക്കാരെ പിന്നീട് ഗുണ്ടകളെ കൊണ്ടുപോയി തല്ലിക്കുന്നതൊക്കെ എത്ര വില കുറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് ശരിയായ രീതിയിൽ അതിനെ അനലൈസ് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ശരിയിൽ നിന്ന ആൾക്കാർ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരാജയമല്ല. തെറ്റായിട്ടുള്ളവർ വിജയിച്ചെങ്കിൽ അത് വിജയവുമല്ല.